ഗുഡ് ഈവനിംഗ് സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിക്കാം. പ്രധാന വാർത്തയിലേക്ക്. ഭൂമിയുടെ ന്യായവില 50% വർദ്ധിപ്പിക്കും. ഭാഗപത്രം രജിസ്ട്രേഷൻ നികുതി വർധനയിൽ മാറ്റമില്ല. ഫ്ലക്സ് നിരോധിക്കാനും പ്ലാസ്റ്റിക് നിയന്ത്രണത്തിന് നിയമനിർമ്മാണം നടത്താനും മന്ത്രിസഭാ തീരുമാനം. വൈദ്യുതി മീറ്റർ വാടക കുറച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിലെ തോൽവിക്ക് കാരണം സംഘടനാ പ്രശ്നങ്ങളെന്ന് CPM റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ വെച്ചു. കൊച്ചിയിൽ സ്വകാര്യ ഹോട്ടലിന് ദേശീയപാത അതോറിറ്റിയുടെ വഴിവിട്ട സഹായം. NH അതോറിറ്റിയുടെ ഭൂമി സ്വകാര്യ ഹോട്ടലിന് കൈമാറി. രാഷ്ട്രപതിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി ഒപ്പിടേണ്ട കരാർ ഒപ്പുവെച്ചത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ജയലളിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വീണ്ടും മാറ്റി. പ്രോസിക്യൂഷന് മറുപടി നൽകാൻ കോടതി സമയം അനുവദിച്ചു. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കുമെന്ന് കർണാടക ഹൈക്കോടതി പ്രത്യേക ബെഞ്ച്. ഭൂമിയുടെ ന്യായവില 50% വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭയുടെ തീരുമാനം. ഭാഗപത്രം രജിസ്ട്രേഷൻ നികുതി വർധനയിൽ മാറ്റം വരുത്തിയില്ല. ഫ്ലക്സ് നിരോധിക്കാനും പ്ലാസ്റ്റിക് നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശം അംഗീകരിച്ചാണ് തീരുമാനം. ഭൂമിയുടെ ന്യായവില 50% വർദ്ധിക്കും. ഇതോടെ രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനങ്ങളിൽ വൻ വർധനവുണ്ടാവും. രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി നിരക്കുകൾ നേരത്തെ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഇരട്ടി നികുതി വർധനയാണ് ഈ ഇനങ്ങളിൽ ഉണ്ടാകുന്നത്. ഭാഗപത്രം, ഇഷ്ടദാനം എന്നിവയുടെ നികുതി വർദ്ധിപ്പിച്ചത് പുനഃപരിശോധിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിച്ചെങ്കിലും നികുതി വർധന പിൻവലിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ഓർഡിനൻസ് ഉടൻ തന്നെ ഗവർണർക്ക് അയച്ചു കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഫ്ലക്സ് നിരോധനത്തിനും പ്ലാസ്റ്റിക് നിയന്ത്രണത്തിനുമായി നിയമനിർമ്മാണം നടത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ അവര് ഔപചാരികമായി അംഗീകാരം കൊടുത്തിട്ടുള്ള പരസ്യ ബോർഡുകൾ ഉണ്ടെങ്കിൽ ഇപ്പം കൊടുത്തിരിക്കുന്ന കാലാവധി വരെ മാത്രമേ അനുവദിക്കാവൂ. ആദ്യം മുഖ്യമന്ത്രിയുടെയും പിന്നെ മന്ത്രിമാരുടെയും ഉള്ളത് നീക്കം ചെയ്തിട്ട് ബാക്കിയുള്ളത് തുടർത്തുള്ളൂ. NCC പരിശീലനത്തിനിടെ വെടിയേറ്റ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി അനസിന്റെ പുനരധിവാസം, പഠനം എന്നിവ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി വഹിക്കും. പഠനശേഷമുള്ള ജോലികളുടെ ഉത്തരവും ഇപ്പോൾ തന്നെ നൽകും. ദേശീയ ഗെയിംസിന് മുന്നോടിയായി കഴക്കൂട്ടം ഈഞ്ചക്കൽ ബൈപ്പാസ് സംസ്ഥാന സർക്കാർ ചെലവിൽ 4 വരി പാതയാക്കും. പട്ടിക വിഭാഗങ്ങൾക്ക് സ്ഥലം വാങ്ങി നൽകുന്നതിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഡ്യൂട്ടിയും വർദ്ധിക്കും. ഭൂമിയുടെ ന്യായവില 50% വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിനെ തുടർന്നാണിത്. ഇതിലൂടെ 500 കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിക്കും. ഭാഗപത്രം, ഇഷ്ടദാനം ഉൾപ്പെടെയുള്ള നികുതി വർദ്ധിപ്പിച്ച തീരുമാനം പുനഃപരിശോധിക്കേണ്ടെന്നും മന്ത്രിസഭ തീരുമാനിച്ചു. ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ന്യായവിലയുടെ 6% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ നികുതിയുമാണ് ഇപ്പോൾ നൽകേണ്ടത്. നികുതി നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ നികുതി കണക്കാക്കുന്ന ഭൂമിയുടെ ന്യായവില 50% വർദ്ധിപ്പിക്കാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇപ്പോൾ ന്യായവില ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയിരുന്നത് 1.5 ലക്ഷമായിട്ട് ന്യായവില ഉയർത്തുമ്പോൾ ആ 1.5 ലക്ഷം രൂപയ്ക്കും 6% സ്റ്റാമ്പ് ഡ്യൂട്ടി വരും. അതുപോലെ തന്നെ 2% രജിസ്ട്രേഷൻ ഫീസും വരും. അതായത് ആധാര ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എഫക്റ്റ്. അതായത് 1 കോടി രൂപ ന്യായവിലയുള്ള ഭൂമി 1,50,00,000 രൂപയാകും. ഇതോടെ 6 ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടിടത്ത് 9 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ നികുതി നൽകേണ്ടിടത്ത് 3 ലക്ഷം രൂപയും നൽകേണ്ടി വരും. ഭാഗപത്രം, ഇഷ്ടദാനം, ഒഴിമുറി തുടങ്ങി കുടുംബാംഗങ്ങൾ തമ്മിൽ നടത്തുന്ന ഇടപാടുകളുടെ പരമാവധി നികുതി 26,000 രൂപ എന്നത് മാറ്റാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഇത് പുനഃപരിശോധിക്കില്ല. അതായത് ഇത്തരം ഇടപാടുകളിൽ രജിസ്ട്രേഷൻ നികുതി ന്യായവിലയുടെ 1%, സ്റ്റാമ്പ് ഡ്യൂട്ടി 2% വർദ്ധിക്കും. ന്യായവില കൂടി വർദ്ധിക്കുന്നതോടെ ഇത്തരം ഇടപാടുകളിൽ ഇരട്ടി നികുതി വർധന പ്രതിഫലിക്കും. ഒരു വർഷം ശരാശരി 12 ലക്ഷം രജിസ്ട്രേഷൻ നടക്കുന്നുവെന്നാണ് സർക്കാർ കണക്ക്. ഭൂമിയുടെ ന്യായവില വർധനവിലൂടെ 500 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1 തിരുവനന്തപുരം. ഇന്ന് ചർച്ചയ്ക്കുള്ളത് CPM MLA ശ്രീ P. ശ്രീരാമകൃഷ്ണനാണ്. തിരുവനന്തപുരം ബ്യൂറോയിൽ അദ്ദേഹം തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് KPCC വൈസ് പ്രസിഡന്റ് ശ്രീമതി ലാലി വിൻസെന്റ് കൊച്ചി ബ്യൂറോയിൽ നിന്ന്, ക്രെഡായുടെ പ്രസിഡന്റ് ശ്രീ MA മെഹബൂബ് എന്നോടൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ശ്രീരാമകൃഷ്ണൻ, താങ്കൾ പറയൂ, സർക്കാരിന് ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട്. 500 കോടി രൂപയാണ് ഇപ്പോൾ ഭൂമിയുടെ ന്യായവില വർധനവിലൂടെ സർക്കാർ അധിക വരുമാനം ലക്ഷ്യം വെക്കുന്നത്. ഇത് ന്യായമാണോ? താങ്കൾ എങ്ങനെ കാണുന്നു? സർക്കാരിൻ്റെ ഈ നടപടി ഒറ്റപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല.
നിയമസഭയുടെ സംവിധാനങ്ങളെ ആകെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ഇത് തികഞ്ഞ മര്യാദകേടും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. കാരണം ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ സാവധാനം കേരളത്തിൻ്റെ നിയമസഭയിലൂടെ കടന്നുപോയൊരു സംഗതിയാണ്. ഒരു നയപ്രഖ്യാപന പ്രസംഗം ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തെ സംബന്ധിച്ച് ഗവർണറെ കൊണ്ട് നടത്തിച്ചു. എക്കണോമിക് റിവ്യൂ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബഡ്ജറ്റ് സ്പീച്ച് ഉണ്ടായി. പിന്നീട് വകുപ്പ് തിരിച്ച് കഴിഞ്ഞ 40 ദിവസം ചേർന്ന സമ്മേളനങ്ങളിൽ വ്യത്യസ്ത നികുതി വരുമാനത്തിൻ്റെ സ്രോതസ്സുകളെ സംബന്ധിച്ച് പരിശോധന നടത്തി. അതിലെല്ലാം ഏകപക്ഷീയമായി നിസ്സഹകരിക്കുകയല്ല പ്രതിപക്ഷം ചെയ്തത്. പ്രതിപക്ഷത്തിനും ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളെല്ലാം കൂടി കേട്ടതിന് ശേഷവും കൂടിയാണ് ബഡ്ജറ്റ് പാസ്സാക്കിയത്. അതിൽ തന്നെ ഏതാണ്ട് 4600 കോടി രൂപയുടെ പുതിയ നികുതി നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇവിടെ നികുതി പിരിവിൽ കാണിക്കുന്ന തികഞ്ഞ കുത്തഴിഞ്ഞ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളൊരു ഉത്തരവാദിത്തം, ഒരു തകർച്ച, അത് ജനങ്ങളുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുക എന്ന തികഞ്ഞ ധിക്കാരമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല ഇത്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, ആശുപത്രികളിൽ 150 ഇരട്ടി വരെയുള്ള ചാർജ് വർധനവ് നടപ്പാക്കി എന്നുള്ളതാണ്. വെള്ളക്കരം വർദ്ധിപ്പിച്ചത് പ്രതീകാത്മകമായൊരു സംഭവമല്ല. യഥാർത്ഥത്തിൽ വെള്ളം വിൽപ്പന നടത്തുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് പുറമെ ഒരു കമ്പനി രൂപീകരിക്കാനുള്ള നിർദ്ദേശവുമായിട്ട് നിയമസഭയിൽ വന്നവരാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രാഥമികമായ ജനാധിപത്യ മര്യാദ പോലും പാലിക്കാതെ ആണ് ഈ നടപടിക്രമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പറയുന്ന കാരണം വികസന പ്രവർത്തനങ്ങൾ എന്തോ വല്ലാതെ നടത്തിയെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള രേഖകൾ പറയുന്നത് 22,262 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടത്തേണ്ടത്. പക്ഷേ 1652 കോടി രൂപ, അതായത് 8% 6 മാസക്കാലം കൊണ്ട് നടന്നത്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ സാമ്പത്തിക ബാധ്യത? ഒരു തർക്കവുമില്ലാത്ത 15,600 കോടി രൂപ സെയിൽ ടാക്സ് പിരിച്ചെടുക്കാൻ ബാക്കി നിൽക്കുകയാണ്. KPCC നിയോഗിച്ച ഒരു സാമ്പത്തിക വിദഗ്ധന്മാരുടെ സമിതി പറഞ്ഞത് 32,500 കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നികുതി പിരിവിൽ കാണിക്കുന്ന അലംഭാവം, വൻകിടക്കാരോട് കാണിക്കുന്ന വിട്ടുവീഴ്ച, വലിയ സമ്പന്നരായ ആളുകളോട് കാണിക്കുന്ന വിധേയത്വം, ഇതിൻ്റെയൊക്കെ ഭാഗമായി കേരളത്തിൻ്റെ ഖജനാവ് കുട്ടിച്ചോറാക്കി. അതിൻ്റെ ബാധ്യത വീണ്ടും വീണ്ടും ജനങ്ങളെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു. ശ്രീമതി ലാലി വിൻസെന്റ്, അധിക നികുതി വർധനവ് സംസ്ഥാനത്തിന്റെ ഖജനാവിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങുമ്പോൾ പരിഹരിക്കപ്പെടുമോ സാമ്പത്തിക ഞെരുക്കം എന്ന ചോദ്യം ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ ഈ 50% ന്യായവില വർധനവ് എന്ന് പറയുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണ്? ഇത് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കില്ലേ? ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ കാര്യമായി ബാധിക്കാൻ പോവുകയല്ലേ? മാത്രവുമല്ല, ഭാഗപത്രത്തിന് ഇപ്പോൾ സ്ഥലവിലയുടെ ന്യായവിലയുടെ നിശ്ചിത ശതമാനം രജിസ്ട്രേഷൻ ഫീസ് നൽകണമെന്ന തീരുമാനം യാതൊരു തരത്തിലുള്ള പണക്കൈമാറ്റവും ക്രയവിക്രയവും നടക്കാത്ത ഒരു ഇടപാടിൽ സർക്കാർ കൈയിട്ട് വരുന്നതിന് തുല്യമല്ല. ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ശ്രീമതി ലാലി വിൻസെന്റ്? വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ഭാരം നേരിടുക എന്നുള്ള സർക്കാരിൻ്റെ മുമ്പിലെ പ്രശ്നത്തിനാണ് സർക്കാർ ഉത്തരം കാണാൻ ശ്രമിച്ചത്, ഒന്നാമതായി. രണ്ടാമതായി പറയുമ്പോൾ വസ്തുവിൻ്റെ നികുതിയിലാണ് വില വർധന സർക്കാർ തീരുമാനിച്ചത്. വസ്തുവിൻ്റെ നികുതി എന്ന് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ 6% നികുതി വസ്തു വിൽപ്പനയിൽ ലഭിക്കണമെങ്കിൽ ആ 6%ത്തെ 8% വർദ്ധിപ്പിച്ചില്ല. പകരം വസ്തുവിൻ്റെ ന്യായ വിലയിലാണ് വർധന ഉണ്ടാക്കിയത്. കേരളത്തിലെ അർബൻ ഏരിയകളിലും റൂറൽ ഏരിയകളിലും ഇന്ന് വരെ ഉണ്ടായ പരിഷ്കാരങ്ങൾ വെച്ച് നോക്കിയാൽ ഭൂമിയുടെ വില നിലവാരം വളരെ ഉയർന്നിരിക്കുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഭൂമിയുടെ ന്യായവിലയിൽ വർധന സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. ന്യായവിലയിൽ വർധന കൊണ്ടുവരുമ്പോൾ റിയൽ എസ്റ്റേറ്റുകാർ വിഷമിക്കുമോ എന്ന് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റുകാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ നിലവാരം വർദ്ധിച്ചതുകൊണ്ട് ഉണ്ടായ വിലവർധനയാണ് സർക്കാർ നടത്തിയത്. ആ വിലവർധന മൂലം ലഭിക്കാൻ സാധ്യതയുള്ള നികുതിയുടെ അളവിനെക്കുറിച്ച് സർക്കാർ കണക്ക് കൂട്ടിയിരിക്കുന്നു. നികുതിയുടെ പെർസെൻറ്റേജോ രജിസ്ട്രേഷൻ ഫീസിൻ്റെ പെർസെൻറ്റേജോ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആധാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് പാർട്ട്ണർഷിപ്പ് പോലെയുള്ള രേഖകളല്ല, പാർട്ടീഷൻ പോലെയുള്ള രേഖകൾ, അതേപോലെ തന്നെ ഒഴിമുറി ആധാരം, സ്വന്തം രക്തത്തിൽ പിറന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ഭാഗാധാരങ്ങൾ മുതലായവയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി മാണി സാറ് ഈ ഭരണത്തിൻ്റെ കാലത്ത് ഇളവ് ചെയ്തതാണ് തിരിച്ചു പുനഃസ്ഥാപിക്കുന്നത്.
അല്ലാതെ വർധനയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഇങ്ങനെയുള്ള പാർട്ടീഷൻ ഡീഡുകളിലും ഒഴിമുറി ആധാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന നികുതിയുടെ വർധനയെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം മുമ്പിൽ വന്നപ്പോൾ അത് മാറ്റിവെച്ചിരുന്നു. അത് പുനഃസ്ഥാപിക്കുകയാണ്. അവിടെയാണ് വർധന എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ഈ സാമ്പത്തിക ഭാരത്തെ നേരിടാൻ സർക്കാർ ഇങ്ങനെ തീരുമാനിക്കുന്നു? സർക്കാരിന് സാധാരണക്കാരായ ജനങ്ങളെ കൂടുതൽ ഭാരം കൊടുത്തുകൊണ്ട് ഒരു നികുതി വർധന കൊണ്ടുവരാൻ സാധിക്കില്ല. വസ്തുവിൻ്റെ ക്രയവിക്രയത്തിൽ വസ്തു വാങ്ങാൻ കഴിവുള്ള വ്യക്തികൾ ആ ക്രയവിക്രയത്തിൽ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം മാത്രമാണ് നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്നത്. ഇവിടെ സാധാരണ ഭക്ഷണ വസ്തുക്കൾക്കോ അവരുടെ മറ്റു നിത്യോപയോഗ സാധനങ്ങൾക്കോ മരുന്നിനോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തം ഭൂമി, ശ്രീമതി ലാലി വിൻസെന്റ്, സ്വന്തം ഭൂമി കുടുംബത്തിലുള്ളവർക്ക് ഇഷ്ടദാനമായി നൽകുമ്പോൾ ഭാഗപത്രത്തിന് അവിടെ നികുതി ഏർപ്പെടുത്തുന്നത് ഏത് തരം ക്രയവിക്രയത്തിന്റെ പേരിലാണ്? അവിടെ എന്ത് ക്രയവിക്രയമാണ് നടക്കുന്നത്? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി ചർച്ച ചെയ്ത് പഠിച്ച് സാമ്പത്തിക വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷം പാർട്ടീഷൻ, ഒഴിമുറി മുതലായ വസ്തുക്കളിൽ നികുതി ഉണ്ടാക്കാൻ പാടില്ല. ആധാരങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ അത് പാർട്ടീഷനാണെങ്കിലും ഒഴിമുറിയാണെങ്കിലും നികുതി വർധന ഉണ്ടാവാൻ പാടില്ല എന്ന് ഗവൺമെൻറ്റിലേക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ശ്രീ രാമകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പഠനത്തിൽ സാമ്പത്തിക വിദഗ്ധന്മാർ നികുതി പിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് 3200 പരം കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ പഠന കമ്മിറ്റി മനസ്സിലാക്കിയെന്ന്. സത്യമാണത്. 3276 കോടി രൂപയോളം സർക്കാരിന് നികുതി ഇനത്തിൽ പിരിഞ്ഞു കിട്ടാനുണ്ട്. അതിൽ 15726 കോടി രൂപ സെയിൽസ് ടാക്സ് ഇനത്തിൽ യാതൊരു കേസുകളുമില്ലാതെ പിരിഞ്ഞു കിട്ടേണ്ടതാണ്. 810 കോടി രൂപയോളം എക്സൈസ് വിഭാഗത്തിൽ സർക്കാരിന് ലഭിക്കേണ്ടതാണ്. പ്രശ്നങ്ങളുള്ള കോടികൾ മാറ്റിവെച്ച് ബാക്കിയുള്ള നികുതിയെ പിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാരെയും അതിൻ്റെ മറ്റു മെഷീനറിയെയും ഉപയോഗിക്കണമെന്നും കോൺഗ്രസ് പാർട്ടി സർക്കാരിനൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തും നമുക്ക് പിരിഞ്ഞു കിട്ടേണ്ട നികുതിയെ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എവിടെയൊക്കെയോ ഒരു സ്ലോ മോഷൻ ഉണ്ടായി പോയി എന്നുള്ളത് പാർട്ടി വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മെഹബൂബ്, ഭൂമിയുടെ ന്യായവില 50% വർദ്ധിപ്പിക്കാൻ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം ഇവിടുത്തെ ഭൂമിയുടെ ക്രയവിക്രയത്തെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെയോ ബാധിക്കാൻ പോകുന്നില്ല. സർക്കാരിന് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയെ നേരിടാൻ വേണ്ടി സർക്കാർ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന നിലയിൽ സ്വീകരിക്കണം എന്നതാണ് സർക്കാരിന്റെ വക്താവായി എത്തിയിട്ടുള്ള ശ്രീമതി ലാലി വിൻസെന്റിന്റെ വാദം. ഇതിന്റെ ന്യായാന്യായങ്ങൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആദ്യമായിട്ട് ഈ ഭൂമിയുടെ ന്യായവില എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഒരേ റേറ്റിൽ വർദ്ധിക്കുന്നൊരു സംഭവമല്ല. ഭൂമിയുടെ വില എല്ലാവർക്കും അറിയാം. ഓരോ സ്ഥലത്തും ഓരോ സിറ്റിയിലും ഓരോ വില്ലേജിലും പല രീതിയിലാണ് ഭൂമിയുടെ വില വർദ്ധിക്കുന്നതും കുറയുന്നതുമെല്ലാം. ഒരു കൃത്യമായ മാനദണ്ഡമില്ലാതെ സംസ്ഥാനമൊട്ടാകെ 50% വർധനവ് എന്നുള്ള രീതി അശാസ്ത്രീയമായ രീതിയാണ്. അത് അതാത് സ്ഥലങ്ങളിലെ വർധനവിൻ്റെ തോതനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ട് ശാസ്ത്രീയമായിട്ട് പല ഘടകങ്ങളും കണക്കിലെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഫ്ലാറ്റ് റേറ്റ്, ഒരു ഫിക്സഡ് എല്ലാവർക്കും 50% എന്നുള്ള രീതിയിൽ ഒരു എളുപ്പവഴി, ആർക്കും ഒരു വ്യത്യാസം വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു എളുപ്പ വഴിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് പകരം ശാസ്ത്രീയമായിട്ട് ഇത് വർദ്ധിപ്പിക്കാൻ സമയമായി എന്നുള്ള ന്യായം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അത് 50% എത്രയാണ്